ശ്രീമദ് ഭാഗവതം കീ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. പാരായണം ചെയ്യുന്നവർ വളരെ മുമ്പേ ജഡഭരത ചരിതം, കാളിദേവിയുടെ അവതാരം വരെ എത്തിക്കഴിഞ്ഞു. നമ്മൾ വളരെ പുറകെയാണ്. വിശദീകരണം അതിൻ്റെ പകുതി പോലും ആയില്ല. ഇനി ഇപ്പോൾ നമ്മൾ ധ്രുവചരിതം, ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാരാണ്. സുനീതി, സുരുചി എന്ന് ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാർ. സുനീതി എന്ന് പറഞ്ഞാൽ നീതി അനുസരിച്ച്, ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി എന്നർത്ഥം. സുനീതി. സുരുചി എന്ന് പറഞ്ഞാൽ രുചി, ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി എന്നർത്ഥം. ഉത്താനപാദ മഹാരാജാവിൻ്റെ 2 പത്നിമാർ സുനീതി, സുരുചി. സുനീതി ആദ്യത്തെ പത്നി, ധർമ്മമനുസരിച്ച്, നീതി അനുസരിച്ച് ജീവിക്കുന്നവൾ. സുരുചി, ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി. നമ്മൾ ആരാണ്? സുനീതിയാണോ സുരുചിയാണോ? ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണോ അല്ല ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവരാണോ? നമ്മളെല്ലാം ആരാണ്? സുനീതിയാണോ സുരുചിയാണോ? ഒരനക്കോ ഇല്ലല്ലോ. സുരുചി. ധ്രുവൻ സുനീതിയുടെ മകനാണ്. പക്ഷേ ചക്രവർത്തിക്ക് 2ാം പത്നിയായ സുരുചിയിലെടുത്ത ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് ആ വ്യക്തിയുടെ കൂടെ അധികം സമയം ചെലവാക്കുക, അതിൽ ഉണ്ടായ പുത്രനെ ലാളിക്കുക എന്നൊക്കെ രാജാവും സമയം ചെലവാക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഈ ബാലനായ ധ്രുവൻ, അതായത് 5 വയസ്സുവരെ കുമാരൻ, 5 മുതൽ 10 വരെ ബാലൻ, 10 മുതൽ 15 വരെ കൈശോരപ്രായം കിഷോർ, 15 മുതൽ 20 വരെ യൗവനം. ഇങ്ങനെയാണ് പ്രായത്തിനെ 4ആയി തരം തിരിച്ചിരിക്കുന്നത്. 1 മുതൽ 5 വരെ കുമാരൻ, 5 മുതൽ 10 വരെ ബാലൻ, 10 മുതൽ 15 വരെ കിഷോർ കൈശോരപ്രായം, 15 മുതൽ 20 വരെ യൗവനം. ഇങ്ങനെ 4ആയിട്ടാണ് പ്രായത്തിനെ തരം തിരിച്ചിരിക്കുന്നത്. 20ൻ്റെ മേലെ ലിസ്റ്റിലേ ഇല്ല. ലിസ്റ്റ് 20 വരെയേ ഉള്ളൂ. കൗമാരപ്രായം, ബാലൻ, കൈശോരം, യൗവനം. യൗവനത്തോട് നിൽക്കുകയാണ്. അതിനുശേഷം ലിസ്റ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളാരും ആ ലിസ്റ്റിൽ പെടുത്തില്ല. ഇവിടെ ഉള്ള ഒരു 4-5 കുരുന്നുകൾ മാത്രമേ അതിൽ വരുള്ളൂ. എന്തുകൊണ്ട് ആ ലിസ്റ്റ് 20ൽ തന്നെ നിന്നുപോയി, അതിനുശേഷം മുന്നോട്ട് പോയില്ല എന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാന് 16-ന് ശേഷം പ്രായമായിട്ടേയില്ല. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഭഗവാന് 125 വയസ്സാണ്. ഭീഷ്മർക്ക് 600 ചില്ലറ വയസ്സാണ്. പക്ഷേ കൃഷ്ണനെ കാണാൻ 16 വയസ്സ് യുവാവിനെ പോലെ ഇരിക്കും. ഭഗവാന് പ്രായം 16ൻ്റെ അപ്പുറത്ത് കടക്കാത്തത് കൊണ്ട് ലിസ്റ്റും 20ൻ്റെ അപ്പുറത്ത് പോയില്ല. അത് അവിടെ തന്നെ നിന്നു. നമ്മളൊക്കെ ആരും തന്നെ ലിസ്റ്റിൽ പെടാത്തവരാണ്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്. പറയണോ വേണ്ടയോ? പറയണം. എൻ്റെ അടുത്ത് ആർക്കും ദേഷ്യം തോന്നരുത്. അതായത് യമൻ വരുന്നതിന് മുമ്പേ 2 ദൂതന്മാരെ യമൻ അയക്കുമത്രേ. സതസന്ധി ജർജരം മൂഢാ ദുർമതേ കിം രസായനം പിബാം. അതായത് ആദ്യത്തെ ദൂതൻ
യമൻ്റെ മെസ്സഞ്ചർ എന്താണെന്ന് വെച്ചാൽ സന്ധിവേദന. സന്ധിവേദന, സോറി തെറ്റിപ്പോയി. ആദ്യത്തെ ദൂതൻ എന്ന് പറയുന്നത് ജരാനര, വെള്ളമുടി. അതായത് യമൻ, കാലൻ്റെ ആദ്യത്തെ ദൂതൻ. അത് വന്നാൽ നമ്മൾ തയ്യാറാവണം. എന്തിനാ? ഇൻഷുറൻസ് എടുക്കാനല്ല, നാമജപം ശരിക്കും ചെയ്യാൻ. യമൻ്റെ ആദ്യത്തെ ദൂതൻ ഇവിടെ എത്ര പേർക്ക് വന്നിട്ടുണ്ട്? വന്നു കഴിഞ്ഞു? ഏകദേശം എല്ലാവർക്കും വന്നു. എന്നിട്ടും നമ്മൾ ഫ്രണ്ടിൽ ഒരു മാതാജി ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. താങ്ക് യു. ഇരുന്നോളൂ. മൊത്തം വെള്ളയായി. യമന്റെ ആദ്യത്തെ ദൂതൻ ജര, രണ്ടാമത്തെ ദൂതൻ സതസന്ധി ജർജരം. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ 100 സന്ധികളുണ്ട്, 100 ജോയിന്റ് ഉണ്ട്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജോയിന്റിൽ ചെറുതായിട്ടൊരു വേദനയുണ്ടാകും. സതസന്ധി. നമ്മുടെ ശരീരത്തിൽ 100 സന്ധികളുണ്ട്. സതസന്ധി ജർജരം. ഇത് ചെറുതായിട്ട് ഒന്ന് വിറയ്ക്കും. അങ്ങനെ രണ്ടാമത്തെ ദൂതൻ എത്ര പേർക്ക് വന്നു കഴിഞ്ഞു? അതുമായി. അപ്പോ ആചാര്യന്മാര് പറയുന്നു, സതസന്ധി ജർജരം മൂഢാ ദുർമതേ ഹേ മണ്ട കിം രസായനം പിബ. എന്തിനാ മരുന്ന് കുടിക്കുന്നേ? കാലനെ നിർത്താനേ പറ്റില്ല. കാലക്ഷേപോ ന കർത്തവ്യം. കാലം അതിൻ്റെ കർത്തവ്യം ശരിക്കും ചെയ്തുകൊണ്ടേയിരിക്കും. ക്ഷീണമായോ ക്ഷണേ ഓരോ ക്ഷണവും നമ്മളെല്ലാവരും മരണത്തിനെ നോക്കി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യമസ്യ കരുണാ നാസ്തി. യമൻ എന്തില്ല? കാരുണ്യമില്ല. കർത്തവ്യം ഹരികീർത്തനം. ഹരിയുടെ നാമം ജപിക്കുന്നവർ മാത്രം രക്ഷപ്പെടും. യമൻ വരുമ്പോൾ ഒരു 50 രൂപ കൊടുത്തിട്ട് പോയിട്ട് അടുത്ത ആഴ്ച വാന്നൊന്നും പറയാൻ പറ്റില്ല. യമൻ തീർച്ചയായിട്ടും കൊണ്ടുപോകും. അതും കർക്കടക മാസത്തിൽ യമന് ടാർഗറ്റിൽ അല്പം കൂടുതലാണ്. അത് സത്യമാണ്. കർക്കടക മാസത്തിൽ അധികം പോകും. യമസ്യ കരുണാ നാസ്തി. കർത്തവ്യം ഹരികീർത്തനം. ഭഗവാന്റെ നാമോച്ചാരണം നടത്തണം. ഇതല്ലെങ്കിൽ മൂഢാ ദുർമതേ കിം രസായനം പിബ. മരുന്നൊന്നും കുടിച്ചിതിലിരുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോ യമന്റെ ദൂതന്മാർ ചിലർക്ക് വന്നിട്ടുണ്ടാകും. പ്രായം 20 വർഷം വരെയേ ഇവിടെ തിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം കൃഷ്ണ ഭഗവാന് 16 കവിഞ്ഞ് പ്രായം പോയിട്ടില്ല. ഒരു ദിവസം ധ്രുവൻ എന്ന വാക്കിന് ഉറപ്പിച്ചത് എന്നർത്ഥം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ. ജനിച്ചവരെല്ലാം തീർച്ചയായിട്ടും മരിക്കും. മരണമേ എനിക്കില്ല എന്ന് പറയുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും മരണമുണ്ട്. ജനിച്ചവർ മരിക്കുന്നത് ഉറപ്പാണ്. മരിച്ചവർ വീണ്ടും ജനിക്കുന്നതും ഉറപ്പാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച. മരിച്ചവർ വീണ്ടും പുനർജന്മമുണ്ട്. എത്ര പേർക്ക് ഒന്നും കൂടെ കേരളത്തിൽ ജനിച്ച് സ്കൂളിൽ പോയി വീണ്ടും വിവാഹം കഴിച്ച് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ ജീവിതം ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആർക്കുമേ ഇല്ല. സാറിന് മാത്രമുണ്ട്. സന്തോഷം. ഇവിടെ ഭാര്യ ഉണ്ടോ? അതാണ് ശരി. അപ്പോ ധ്രുവ എന്ന വാക്കിന് ഉറച്ചത്, മാറ്റാൻ സാധിക്കാത്തത് എന്ന് അർത്ഥം. ഒന്നുമല്ല, ആ ബാലൻ അച്ഛൻ്റെ മടിയിൽ ചെന്ന് ഇരിക്കാൻ ആഗ്രഹിച്ചു. ഉത്താനപാത രാജാവിൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിച്ചു. അവിടെ ചെന്നപ്പോൾ രണ്ടാം അമ്മയായ സുരുചി ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവൾ, സുനീതി ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവൾ, സുരുചി ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവൾ. രണ്ടാം പത്നി, രണ്ടാം അമ്മ പറഞ്ഞു, ധ്രുവ,
അത്രയും ഭാഗ്യം നിനക്കില്ല. ആ മടിയിൽ ആ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ എൻ്റെ ഗർഭത്തിൽ നീ ജനിച്ചിരിക്കണം, നിനക്കത് അർഹിച്ചിട്ടില്ല എന്ന് ഒരു ബാലൻ്റെ അടുത്ത് പറയുന്ന വാക്കല്ല. അത്ര കർണകഠോരമായി വളരെ രൂക്ഷമായ വാക്ക് പറഞ്ഞു. ക്ഷത്രിയ കുഞ്ഞായതുകൊണ്ട്, അതുമാത്രമല്ല ദാസന്മാർ പണിക്കാരുടെ മുമ്പേ വെച്ച് അപമാനിച്ചത് കൊണ്ട് ധ്രുവനത് സഹിക്കാൻ പറ്റിയില്ല. അഹങ്കാരം, ശരീരത്തിൽ എത്ര വേദന വന്നാലും നമ്മൾ സഹിക്കും. അഹം എന്ന ഭാവത്തിന് ക്ഷതം സംഭവിച്ചാൽ നമ്മൾ സഹിക്കത്തില്ല. ഉദാഹരണം, രാവിലെ ബാത്റൂമിൽ കാല് തെറ്റി വീണു, തല ചെന്ന് ചുമരിലടിച്ചു, പുറത്തിരുന്ന് എല്ലാവരും വാതിലിൽ കൊട്ടി, എന്നതാ പറ്റിയ, എന്താ പറ്റിയ? ഒന്നുമില്ല തുടച്ചിട്ട് നമ്മൾ പുറത്തിരുന്നു. ഇവിടെ ഈ 100-300 ആൾക്കാരുടെ മുമ്പേ കാല് തെറ്റി താഴെ വീണു. ഏതായിരിക്കും കൂടുതൽ വേദന ഉണ്ടാക്കുക? ബാത്റൂമിൽ വീണതാണോ ഇവിടെ വീണതാണോ? ഏതാണ് കൂടുതൽ വേദന ഉണ്ടാക്കുക? ഇവിടെ വീണത്. എന്തുകൊണ്ടാ? അവിടെ എൻ്റെ ശരീരം മാത്രമേ വേദനിച്ചുള്ളൂ, ഇവിടെ എൻ്റെ ശരീരവും അഹമെന്ന ഭാവവും വേദനിച്ചു. ഇത്ര പേരുടെ മുമ്പേ ഞാൻ തോറ്റുപോയല്ലോ. ഇതാണ് ധ്രുവന് സംഭവിച്ചത്. പണിക്കാർ, ദാസന്മാർ, ദാസിമാർ എല്ലാവരും ഇരിക്കവേ ഉത്താനപാദ മഹാരാജാവ് ഒരക്ഷരം മിണ്ടിയില്ല. സുരുചി പറഞ്ഞു, ആ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ എൻ്റെ ഗർഭത്തിൽ നീ ജനിച്ചിരിക്കണം. ആ കുഞ്ഞ് അച്ഛൻ്റെ മുഖത്ത് നോക്കുന്നു, അച്ഛൻ കണ്ണിൽ പോലും നോക്കുന്നില്ല. വേദനിച്ചു. അഹമെന്ന ഭാവത്തിന് ക്ഷതം സംഭവിച്ചു. മൂർഖനെ പോലെ, അടികിട്ടിയ പാമ്പിനെ പോലെ ധ്രുവൻ ഓടി അമ്മയെടുത്ത് ചെന്നു. സുനീതിയെടുത്ത് പറഞ്ഞതെല്ലാം നടന്നതെല്ലാം പറഞ്ഞ് കരഞ്ഞു. പണിക്കാരും വന്ന് പറഞ്ഞു, ഇന്നതാ സംഭവിച്ചത്. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അമ്മയ്ക്ക് നന്നായിട്ടറിയാം ഉത്താനപാദ മഹാരാജാവിന് ഇനിയൊരു പത്നി, മറ്റേ സുരുചി എടുത്താണ് താല്പര്യം കൂടുതലെന്നറിയാം. പക്ഷെ വേറെ നിവർത്തിയില്ലാതെ, എന്ത് ഉത്തരം പറയണം എന്ന് അറിയാതെ സുനീതി പറഞ്ഞു, ഭഗവാന് മാത്രമേ ഇതിനൊരു ഉത്തരം തരാൻ പറ്റുള്ളൂ. ആചാര്യന്മാരവിടെ വിശദീകരിക്കുന്നു. ആ സമയത്ത് ധ്രുവൻ, സുനീതിയുടെ നാവിൽ ധ്രുവന്റെ ഗുരു പ്രത്യക്ഷമായി എന്നാ പറയുന്നത്. ഗുരു, അതായത് ആത്മീക ജീവിതത്തിൽ ഗുരു അനിവാര്യമാണ്. എങ്ങനെയാണോ ഒരു അമ്മയും അച്ഛനും ഇല്ലാതെ നമുക്ക് ഭൂമിയിൽ ജന്മം കൊള്ളാൻ സാധിക്കില്ല, അതേപോലെ ആധ്യാത്മിക ഗുരുവും ഇല്ലാതെ ആത്മീകമായി ജന്മം കൊള്ളാൻ സാധിക്കില്ല. ശ്രീരാമന്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുരു ആരായിരുന്നു? വിശ്വാമിത്രരാ? തെറ്റി, വസിഷ്ഠര്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരു സാന്ദീപനി മഹർഷി. ശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദാചാര്യൻ. എല്ലാവർക്കും ഗുരുവുണ്ട്. അപ്പോ ധ്രുവന്റെ അടുത്ത് സുനീതി സംസാരിക്കുക. സുനീതിയുടെ നാവിൽ ഗുരു പ്രത്യക്ഷമായി. അടുത്തത് ധ്രുവൻ ചോദിച്ചു, എവിടെ എനിക്ക് നാരായണനെ കാണാൻ പറ്റും? ഭഗവാന് മാത്രമേ ഇതിനൊരു ഉത്തരം തരാൻ സാധിക്കുള്ളൂ. ശരി, ഭഗവാനെ എവിടെ കാണാം? സുനീതി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. കാട്ടിൽ ചെന്നാ കാണാമെന്ന് ആൾക്കാർ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെയേ പറഞ്ഞു, നഗരങ്ങൾ തമോ ഗുണത്തിലും ഗ്രാമങ്ങൾ രജോ ഗുണത്തിലും ആരണ്യം ഏത് ഗുണത്തിലാ? സത്വഗുണത്തിലും ആണ്. അതുകൊണ്ടാണ് ഋഷിമാരെല്ലാം ആരണ്യത്തിലേക്ക് പോകുന്നത്. ദണ്ഡകാരണ്യം, ഇങ്ങനെ പല പല ആരണ്യത്തിൽ അന്വേഷിക്കാൻ പോകും. എൻ്റെ അടുത്ത് രാവിലെ ഒരു ഭക്ത ചോദ്യം ചോദിച്ചു, ഈ മുനി, ഋഷി, സന്യാസി ഇതെല്ലാം ഒന്നാണോ വേറെ വേറെയാണോ? ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മുനി എന്ന് പറഞ്ഞാൽ ആധ്യാത്മികം പരിശീലിക്കുന്ന വിദ്യാർത്ഥി എന്നർത്ഥം. ഋഷി എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസം തികഞ്ഞ ഒരാളെന്നർത്ഥം. സന്യാസി എന്ന് പറഞ്ഞാൽ സർവസംഘ പരിത്യാഗി എന്നർത്ഥം. ചെറിയ വ്യത്യാസമുണ്ട്. ദുർവാസാവിനെ ഋഷി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ മുനി എന്നേ പറയത്തുള്ളൂ. മുനിക്ക് ചിലപ്പം ദേഷ്യമൊക്കെ വരും, പക്ഷെ ഋഷിക്ക് ദേഷ്യം വരില്ല. മുനി വിദ്യാർത്ഥിയാണ്, ഋഷി ആ വിദ്യ അഭ്യസിക്കുന്ന ഒരാളാണ്.
രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ്, ഈ ബാലൻ നേരെ കാട്ടിലേക്ക് പോയി. ധ്രുവൻ നാരായണനെ അന്വേഷിക്കാൻ വഴിയിൽ നാരദ മഹർഷി വന്നു. അതായത് ഗുരു നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പരമാത്മാവിൻ്റെ നിയോഗമാണ്. ഇപ്പോൾ ഇങ്ങനെ വഴിയെ കൂടെ നടന്നു പോകുന്നു. അപ്പോൾ മുൻവശത്ത് നിൽക്കുന്ന ഒരു ഭക്തൻ പറയാം, ഒന്ന് വന്ന് പ്രസാദം കഴിച്ചിട്ട് പോകും, വന്ന് കുറച്ചു നേരം ഭജന കേട്ടിട്ട് പോകും, ഭാഗവത പാരായണം മനോഹരമായി നടക്കുന്നു, അതൊന്ന് കേട്ടിട്ട് പോകും എന്ന് പറയുമ്പോൾ അവരൊരു 5 മിനിറ്റ് അകത്ത് വന്നിരിക്കും. ആ പറയിച്ചത് ഹൃദയത്തിലുള്ള പരമാത്മാവാണ്. അപ്പോൾ വീണ്ടും ആദ്യം സുനീതിയുടെ നാവിൽ ഗുരു പ്രത്യക്ഷമായി. രണ്ടാമത്തത് മാർഗത്തിൽ നാരദ ഋഷി വന്നിട്ട് ചോദിച്ചു, കുമാര നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ നാരായണനെ അന്വേഷിച്ചു പോവുകയാണ്. എവിടെ പോയി അന്വേഷിക്കും? അത് എനിക്കറിയില്ല, അങ്ങ് പറഞ്ഞു തരുമോ? അത് കാട്ടിൽ പോയി കഠിനമായ തപസ്യരിക്കണം. നീ കുഞ്ഞു കുട്ടിയല്ലേ, അവിടെ വന്യമൃഗങ്ങൾ, എന്താ പറയുക, അവിടുത്തെ മൃഗങ്ങളൊക്കെ നിന്നെ ആക്രമിക്കും, മഴ പെയ്യും, കൊടുങ്കാറ്റ് ഉണ്ടാകും, സഹിക്കാൻ പറ്റാത്ത ഉഷ്ണമുണ്ടാകും, വന്യമൃഗങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ധ്രുവനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു നാരദ മഹർഷി. ധ്രുവൻ പറഞ്ഞു, നാരായണനെ അറിയാനുള്ള മാർഗം അറിയാമെങ്കിൽ പറഞ്ഞു തരിക, എന്നെ വെറുതെ തടസ്സപ്പെടുത്തരുത്, നിരുത്സാഹപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാലൻ അത്രയും ദൃഢമായ വിശ്വാസമുണ്ടെന്ന് നാരദ മഹർഷി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് മന്ത്രോപദേശം നടത്തി. ധ്രുവന് ഏത് മന്ത്രമാ ചൊല്ലിക്കൊടുത്തത്? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ചൊല്ലിക്കൊടുത്തു. ധ്രുവൻ കാട്ടിൽ പോയി തൻ്റെ തപസ്യകാലത്തിനെ 4 വീതിച്ചു. ധ്രുവൻ ആദ്യം ധാന്യം ഉപേക്ഷിച്ചു. ആദ്യം നാമം ചൊല്ലിക്കൊണ്ട് ധാന്യം പൂർണ്ണമായി ഒഴിവാക്കി. ധാന്യം എന്ന് പറയുമ്പോൾ അരി, ഗോതമ്പ്, ചോളം ഇതെല്ലാം 9 നവധാന്യങ്ങളും ഒഴിവാക്കി. രണ്ടാം ഘട്ടത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഒഴിവാക്കി, വെള്ളം മാത്രം കുടിക്കുമായിരുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ വെള്ളം കുടിക്കുന്നതും നിർത്തി, ശ്വാസോച്ഛ്വാസം മാത്രമായിരുന്നു. അത്ര കഠിനമായ തപസ്യയും ചെയ്ത് ഹൃദയത്തിനകത്ത് പരമാത്മാവിൻ്റെ ദർശനവും കിട്ടി ധ്രുവന്. കുന്തി മഹാറാണി പ്രാർത്ഥിച്ചതുപോലെ നമപങ്കജ നാഭായ നമപങ്കജ മാലിനേ നമപങ്കജ നേത്രായ നമസ്തേ പങ്കജാഗ്രയേ. മനോഹരമായ മൃദുലമായ ഒരു താമര പുഷ്പത്തിൽ ഭഗവാൻ നിൽക്കുന്നു. കാലുകൾ രണ്ടും താമര ഇതൾ പോലെ, അരക്കെട്ട് താമര പുഷ്പം പോലെ, ശംഖ് പോലത്തെ കഴുത്തും താമര ഇതൾ പോലെ ചെവി വരെ നീണ്ടു നിൽക്കുന്ന കണ്ണുകളും, വിടർന്നിരിക്കുന്ന കണ്ണുകളും, ചുരുണ്ട മുടിയും തോൾ വരെ ഉള്ളതും, ചെവിയിൽ മകരകുണ്ടലവും ഉണ്ടായിരുന്നു. അതിമനോഹരം, നല്ല വിരിഞ്ഞ കണ്ണുകൾ, മകരകുണ്ടലം, ചുരുണ്ട മുടി. ഗോപികമാർ ഗോപികാഗീതത്തിൽ കൃഷ്ണന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. ഭഗവാൻ നടക്കുന്ന സമയത്ത് ഈ ചുരുണ്ട മുടിയെല്ലാം ഭഗവാന്റെ കവിളിൽ ഉമ്മ വയ്ക്കുമത്രേ. അങ്ങനെയാ നടക്കുക. മകരകുണ്ടലം, ചെവിയിലുള്ള കുണ്ടലങ്ങളെല്ലാം ഇങ്ങനെ കുലുങ്ങും. ആ സൗന്ദര്യമുള്ള പരമാത്മാവിനെ ധ്രുവൻ കണ്ടു. ആ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചപ്പോൾ പെട്ടെന്ന് ധ്രുവന് ഒരു സാക്ഷാത്കാരമുണ്ടായി. എന്താണ് സാക്ഷാത്കാരം? ഇത്രയും അമൂല്യമായ പരമനിധിയായ ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ രാജ്യം വേണം, അച്ഛൻ്റെ സിംഹാസനം വേണമെന്ന് ഞാൻ വളരെ നീചമായി ചിന്തിച്ചു പോയല്ലോ. കയ്യിൽ വജ്രക്കല്ലുള്ളപ്പോൾ പൊട്ടിയ കണ്ണാടി കഷ്ണങ്ങളെ ഞാൻ പോയി അന്വേഷിച്ചല്ലോ. ഇനി എനിക്ക് രാജ്യവും വേണ്ട, സിംഹാസനവും വേണ്ട, അച്ഛനും വേണ്ട, ഒന്നും വേണ്ട എന്ന് ആഗ്രഹിച്ചു. പെട്ടെന്ന് ഹൃദയത്തിലുണ്ടായിരുന്ന പരമാത്മാ അപ്രതീക്ഷമായി, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയോ, ഹൃദയത്തിലുള്ള പരമാത്മാ കാണാണ്ടായല്ലോ എന്ന് ഭയന്ന് കണ്ണു തുറന്നപ്പോൾ കൺമുമ്പേ അത്രയും നേരം ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരുന്ന പരമാത്മാ സാക്ഷാൽ ഭഗവാൻ ധ്രുവന്റെ കൺമുമ്പേ നിന്നു. രോമാഞ്ചമുണ്ടായി, കണ്ണുകൾ നിറഞ്ഞു, ശബ്ദമിടറി, മന്ത്രം ചൊല്ലി സ്തുതിക്കാൻ പറ്റുന്നില്ല. ധ്രുവന്റെ അവസ്ഥ കണ്ടിട്ട് ഭഗവാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശംഖെടുത്ത് ധ്രുവന്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. ഭഗവാന്റെ കയ്യിൽ ശംഖചക്ര ഗദാപത്മം 4 സാധനങ്ങളുണ്ട്. ശംഖും പത്മവും ഭക്തരെ അനുഗ്രഹിക്കാനും, ഗദയും ചക്രവും ഭക്തിയില്ലാത്തവരെ, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും വേണ്ടി വെച്ചിരിക്കുക.
അങ്ങനെ അന്ന് ധ്രുവന് സാക്ഷാത്കാരമുണ്ടായി. തിരിച്ചു ചെന്ന് ധ്രുവൻ പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സിംഹാസനം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, സദാസമയവും ഹൃദയത്തിൽ ഭഗവാന്റെ നാമം ചൊല്ലാനുള്ള അനുഗ്രഹം മാത്രം മതി. പക്ഷേ ഉത്താനപാദ മഹാരാജാവ് വന്ന് മാപ്പ് പറഞ്ഞു, ഞാൻ അറിയാതെ അപരാധം ചെയ്തു പോയി, നിന്റെ ഉയർന്ന സ്ഥാനം ഞാൻ മനസ്സിലാക്കിയില്ല. ധ്രുവൻ വേണ്ട വേണ്ട എന്ന് പറയും തോറും ഉത്താനപാദ മഹാരാജാവ് മുഴുവൻ രാജ്യവും ധ്രുവന് കൊടുത്ത് അനുഗ്രഹിച്ചു. ഭൗതിക ലോകത്തിൽ നമ്മൾ നേടാൻ വേണ്ടി ഓടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും കിട്ടില്ല. ഇവിടെ വന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുകയും ചെയ്യും. ഏതാണ് ബുദ്ധി? നാമം ജപിക്കല ബുദ്ധി. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ 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 രാമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം കീ. അടുത്തത് പൃഥുചരിതം. വേനചക്രവർത്തി
വേനചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പിതാവുണ്ടായിരുന്നു. പെട്ടെന്ന് പേര് മറന്നുപോയി. വേണൻ്റെ അച്ഛൻ്റെ പേര് അംഗമഹാരാജ. എത്രയോ കാലമായിട്ട് അംഗരാജാവിന് പുത്രനില്ല. ഭഗവാന്റെ അടുത്ത് നിരന്തരം ചെന്ന് പ്രാർത്ഥിക്കും. പുത്ര, ഈ വാക്കിൻ്റെ അർത്ഥം പുത്, പുന്നാട എനും നരകത്തിലിരുന്ന് ത്രാണനം ചെയ്യുന്നവനത്രേ പുത്രൻ. അതായത് പണ്ട് പുത്രഹീനം ഗൃഹം ശൂന്യം, ഒരു വിവാഹം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൺസന്താനം വേണം എന്നാണ് ശാസ്ത്രം. ഇപ്പം അതൊക്കെ പറയാൻ പറ്റില്ല, പറഞ്ഞ അടി കിട്ടും. പക്ഷേ ശാസ്ത്രമനുസരിച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മാതാപിതാക്കളും പിതൃക്കളും മരിച്ചു പോയാൽ പുത്രനോ പൗത്രനോ ചെന്നിട്ട് സപ്തനദികളെ ഓർത്ത് ദാനധർമ്മവും പുണ്യകർമ്മവും ചെയ്ത് പിതൃക്കൾക്ക് മോക്ഷപഥം വാങ്ങിച്ചു കൊടുക്കുന്ന കഴിവ്. മകനോ ചെറുമകനോ ഇല്ലെങ്കിൽ മരുമകനും ചെയ്യാം. പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് അത്രയും യോഗ്യതയില്ലാത്തത് കൊണ്ടും എത്രയോ പേർക്ക് ആൺസന്താനമില്ലാത്തത് കൊണ്ടും പെൺമക്കളും ഇന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുത്രൻ എന്ന് വെച്ചാൽ പുന്നാട എനും നരകത്തിലിരുന്ന് ത്രാണനം ചെയ്യുന്നവനത്രേ പുത്രൻ. ഒന്നും ചെയ്തില്ലെങ്കിലും ശരി, മരിച്ചു, എൻ്റെ അച്ഛനോ അമ്മയോ മരിച്ചു പോയതിന് ശേഷം 16 ദിവസം ഉപവാസം ഇരുന്ന് രാമായണം വായിച്ച് നാമം ചൊല്ലി, ആ 16ൻ്റെ അന്ന്, അതായത് ബ്രാഹ്മണർക്ക് 11 ദിവസം, മറ്റുള്ളവർക്ക് 16 ദിവസം എന്ന് വച്ചാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരെന്നല്ല, ബ്രാഹ്മണ്യം ആചരിക്കുന്നവർ ശുദ്ധനായി. എന്താണ് ബ്രാഹ്മണന്? 10 ഗുണങ്ങളുണ്ട്. ശമോദമസ്തപശൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമ, ക്ഷമിക്കാനുള്ള സ്വഭാവം. ദമഃ, എല്ലാം താങ്ങിക്കൊള്ളാനുള്ള സ്വഭാവം. ശാന്തി, സമാധാനത്തോട് ജീവിക്കാം. സമോദമസ്തപ ശാന്തി, ആർജവം, ഈശ്വരനെ വിശ്വാസത്തോട് ഭജിക്കുക. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം, ഇതെല്ലാം ബ്രാഹ്മണന്റെ സ്വഭാവമാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ദൈവവിശ്വാസമില്ല, ഈ കയറിൽ താക്കോലും തൂക്കിയിട്ടിട്ട് ചിലപ്പം കയറെടുത്ത് പുറഞ്ചൊറിഞ്ഞ് അമ്പലത്തിൽ അവർ ബ്രാഹ്മണരാണോ? അല്ല. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണ്യം ആചരിക്കുന്നവൻ, ദൈവവിശ്വാസത്തോട് ത്രിലോകങ്ങൾക്ക് വേണ്ടിയും ഗായത്രി ചൊല്ലുന്ന ഒരാളാ ബ്രാഹ്മണൻ. ഇപ്പോ വാൽമീകി മഹർഷി ബ്രാഹ്മണ കുലത്തിലല്ല ജനിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം രാമരാമ എന്ന് ജപിച്ചത്, രാമാന്നല്ല ജപിച്ചത്, തിരിച്ചാ ജപിച്ചത്. എന്നിട്ട് പോലും ബ്രാഹ്മണ്യം നേടി വാൽമീകി. രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി എന്ന ബ്രാഹ്മണനായി മാറി. അതേ സമയം ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് പാപം ചെയ്ത് ദ്രൗപദിയുടെ 5 കുഞ്ഞുങ്ങളെ വെട്ടി തീയിൽ ഭസ്മമാക്കിയത് കൊണ്ട് ബ്രഹ്മബന്ധു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചെങ്കിലും അധപ്പതിച്ചു. അപ്പോ ജന്മം കൊണ്ടല്ല വർണ്ണവിവേചനം, കർമ്മം കൊണ്ടാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയന്റെ മകൻ ക്ഷത്രിയനല്ല. ബ്രാഹ്മണ്യം ആചരിക്കുന്ന എല്ലാവരും ബ്രാഹ്മണരാ. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ജന്മനാ ജായത്തെ ശൂദ്ര, ജന്മം കൊണ്ട് നമ്മൾ എല്ലാവരും ശൂദ്രരാണ്. അത് കഴിഞ്ഞ് സംസ്കാരേ ഭവേദ്വിജ, സംസ്കാരം, ഈ ഒരു ആചാരം ചെയ്യുന്നതുകൊണ്ട് 2ാം ജന്മം ദ്വിജനാകുന്നു. വേദ പഠന്തി തത് വിപ്ര, വേദങ്ങളെ പഠിക്കുമ്പോൾ അവൻ വിപ്രനാകുന്നു. ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ, ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കുമ്പോൾ അവൻ ബ്രാഹ്മണനാകുന്നു. അപ്പോൾ അങ്ങനെ ഉയർന്നു വരണം. അങ്ങനത്തെ പുത്രന്മാർ, ഈശ്വര വിശ്വാസമുള്ള പുത്രന്മാർ നമുക്കുണ്ടാകണം. 16 ദിവസം അച്ഛനോ അമ്മയോ മരിച്ചു പോയാൽ ഉപവാസം ഇരുന്ന് നാമം ചൊല്ലി ആ പിരിഞ്ഞുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ
മകൻ ദുബായിലാ, ബോംബെയിലാ, കാനഡയിലാ, 16 ദിവസം ലീവില്ല. അതുകൊണ്ട് കാശ് പോറ്റിക്ക് അയച്ചു കൊടുക്കും, അച്ഛൻ്റെ കർമ്മം അങ്ങ് ചെയ്തേക്കാൻ. അച്ഛനും എവിടെ എത്തില്ല, മകനും എവിടെ എത്തില്ല. രണ്ട് കൂട്ടർക്കും പിതൃശാപം, പിതൃദോഷമുണ്ടാകും. രാമായണത്തിൽ ഒരു ശ്രവൺകുമാറിൻ്റെ കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ? കണ്ണ് കാണാത്ത അച്ഛനെയും അമ്മയും 2 ബാസ്ക്കറ്റിൽ വെച്ച് തോളിൽ കമ്പിൽ കെട്ടി തൂക്കിക്കൊണ്ടു പോകും. നാട്ടുകാർ ചിരിക്കും. ശ്രവണ, നീ കണ്ണ് കാണാത്ത അച്ഛനമ്മ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? തീർത്ഥാടനത്തിന് കൊണ്ടുപോവുക. കണ്ണ് കാണാത്തവർ അവിടെ പോയി എന്ത് കാണാനാ? കണ്ണ് കാണാത്ത അന്തൻ സിനിമയ്ക്ക് പോയിട്ട് കാര്യമുണ്ടോ? എന്തിനാ? എല്ലാവരും പരിഹസിച്ചു. ശ്രവൺകുമാർ പറഞ്ഞു, കണ്ണുകൊണ്ട് പുണ്യസ്ഥലം കാണാൻ സാധിക്കില്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഒരു പുത്രൻ്റെ കർത്തവ്യം. അതായത് ശരിക്കും പിതൃകടൻ വീട്ടണം, പിതൃകടൻ അടയ്ക്കണം എന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ പൂർവികരെ, പിതൃക്കളെ, അച്ഛനമ്മയും മുത്തശ്ശനെയും ഇവിടെയൊക്കെ ഒരു തവണയെങ്കിലും കാശി, രാമേശ്വരം, ഗംഗാസ്നാനം ചെയ്തിരിക്കണം. എത്ര പേര് അവർ അച്ഛനമ്മയൊക്കെ ഗംഗയ്ക്കും കാശിക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ളവരുണ്ട്? അച്ഛനെ അമ്മയൊക്കെ 4-5 പേരേ ഉള്ളൂ. എത്ര പേര് അച്ഛനമ്മയെ മാസാമാസം സിനിമയ്ക്ക് കൊണ്ടുപോകുന്നവരുണ്ട്? ലൈഫിൽ പിതൃകടം വീട്ടണമെങ്കിൽ മക്കളായി ജനിച്ച നമ്മൾ ഒരു തവണയെങ്കിലും അവരെ കൊണ്ടുപോയിരിക്കണം. അത് കഴിഞ്ഞാൽ ഈ 16 ദിവസം ബ്രാഹ്മണർക്ക്, അതായത് ശുദ്ധമായി വ്രതാനുഷ്ഠാനത്തോട് ജീവിക്കുന്നവർക്ക് 11 ദിവസം, മറ്റുള്ളവർക്ക് 16 ദിവസം ഈ കർമ്മവും ചെയ്ത് ആ പിതൃകടം വീട്ടണം. അങ്ങനെ ചെയ്യുന്നവനത്രേ പുത്രൻ. ചാണക്യൻ പറഞ്ഞു, അങ്ങനെ ഒരുത്തൻ ചെയ്തില്ലെങ്കിൽ അവൻ മൂത്രസമാനമാണ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സോ പുന്നാടായനും നരകത്തിലിരുന്ന് ത്രാണനം ചെയ്യുന്നവനത്രേ പുത്രൻ. അംഗരാജാവ് ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് പുത്രഭാഗ്യമില്ലല്ലോ, എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു യാഗം നടത്തി. പുത്രഭാഗ്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു യാഗം നടത്തി. ആര് യാഗം നടത്തി? അംഗരാജാവ്. യജ്ഞപ്രസാദം കിട്ടി. യാഗത്തിൻ്റെ പൂർത്തീകരിച്ചപ്പോൾ യജ്ഞപ്രസാദം കിട്ടി. ആ പ്രസാദം എടുത്ത് പത്നിക്ക് കൊടുത്തു. ഗർഭം ധരിച്ചു. ഒരു സന്താനം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒരു സന്താനമുണ്ടായി. അവൻ്റെ പേരാ വേണചക്രവർത്തി. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ മറ്റു കുട്ടികളോട് കളിക്കാൻ പോകും. തോറ്റാൽ ദേഷ്യത്തിൽ അവരെ കൊന്നുകളയും, ജയിച്ചാൽ സന്തോഷത്തിൽ അവരെ കൊന്നുകളയും. ചുരുക്കത്തിൽ ഇവൻ്റെ കൂടെ കളിക്കാൻ പോയാൽ മരണം ഉറപ്പാണ്. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു, അസുരവിത്തായിരുന്നു. ദൈവത്തിൻ്റെ പ്രസാദം കൊണ്ട് കിട്ടിയ കുട്ടിയായി ഇങ്ങനെ ആയിപ്പോയത് വേണചക്രവർത്തി. അംഗരാജാവ് ഒരു ദിവസം പോലും സന്തോഷമായി ജീവിച്ചിരുന്നില്ല. ആരാണ് നമ്മുടെ പുത്രപൗത്രന്മാർ? നാം പൂർവജന്മത്തിൽ ചെയ്ത പാപപുണ്യമാണ് നമ്മുടെ മക്കളായി ജനിക്കുന്നത്. ഒരുപാട് നന്മകൾ ചെയ്തിരുന്നാൽ ആ നന്മകൾ എൻ്റെ മകനായി ജനിച്ച് വയസ്സായ കാലത്ത് എന്നെ സന്തോഷത്തോട് നോക്കിക്കോളും. ഒരുപാട് പാപം ചെയ്തിരുന്നാൽ അവർ നമ്മുടെ ജീവിതം അങ്ങ് പിഴിഞ്ഞെടുക്കും. ഞാൻ ചെയ്തത് തന്നെയാ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ വേണചക്രവർത്തി ജനിച്ചു. അംഗരാജാവിന് ഒരു ദിവസം പോലും സമാധാനമില്ല. ഇങ്ങനെ പരാതിയുടെ മീതെ പരാതി. ഈ ബാലൻ വേണൻ ഇത്ര പേരെ കൊന്നു, അത്ര പേരെ കൊന്നു. ബ്രാഹ്മണരെല്ലാം യജ്ഞഹോമാദികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പോയി അവരെ തല്ലി, അവരെ കൊണ്ടുപോയി കൃഷിഭൂമിയിൽ പണിയെടുപ്പിച്ചു. സന്യാസിമാരെ എല്ലാം ബന്ധിച്ചു കൊണ്ടുപോയി തുരങ്ങിലടച്ചു, ക്ഷേത്രങ്ങളെ പൂട്ടിച്ചു. ഇങ്ങനത്തെ ക്രൂരകൃത്യങ്ങളെല്ലാം വേണൻ ചെയ്തത് കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അംഗമഹാരാജാവ് ഒരു ദിവസം കാട്ടിൽ പോയി, വീട് വിട്ടുപോയി, കൊട്ടാരം ഉപേക്ഷിച്ചു പോയി. വീണ്ടും അദ്ദേഹം വനത്തിൽ ചെന്ന് തപസ്യ തുടങ്ങി. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായി. ഭഗവാന്റെ അടുത്ത് അംഗരാജാവ് ചോദിച്ചു, ഒരു പുത്രനെ ചോദിച്ചു, തരാൻ ഇഷ്ടമില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ തലതിരിഞ്ഞ ഒന്നിനെ തന്നല്ലോ എന്ന് ചോദിച്ചു. ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അങ്ക, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അനുഗ്രഹമോ? ഇങ്ങനെയോ? അതായത് ചില സമയം നമുക്ക് തന്നെ ജീവിതത്തിൽ ഏതാ നല്ലത് ചീത്ത എന്ന് തിരിച്ചറിയാൻ പറ്റില്ല.
മഹാഭാരതത്തിൽ ഒരു രസകരമായ കഥയുണ്ട്. ഒരു ദിവസം അർജുനനും കൃഷ്ണനും സംസാരിച്ച് കാട്ടിനകത്ത് ഒരുപാട് യാത്രയായി. സുഹൃത്തുക്കൾ തമ്മിൽ കുറേ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് സംസാരിച്ച് ചിലർക്ക് ഈ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചില അമ്മമാരൊക്കെ രാവിലെ 4 മണിക്ക് കണ്ണു തുറന്ന് സംസാരിച്ച് തുടങ്ങിയ രാത്രി 11 മണി വരെയും സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഉറങ്ങിയാൽ ഉറക്കത്തിലും സംസാരിക്കും. എനിക്ക് ഈ 1 മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും, എനർജി എല്ലാം പോയി. പക്ഷെ ചിലരൊക്കെ രാത്രി മണിക്കൂറുകൾ സംസാരിക്കും. അപ്പോൾ കൃഷ്ണനും അർജുനനും സംസാരിച്ച് ഒരുപാട് കാട്ടിൽ യാത്ര ചെയ്തു. അപ്പോഴാ അർജുനൻ പറയുന്നു, കൃഷ്ണ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ചുറ്റിയും നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, ഒരു വയസ്സായ അമ്മയുടെ കുടില് മാത്രം അവിടെ ഉണ്ട്. അപ്പോൾ ശരി, കഴിക്കാൻ ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും അർജുനനും ആ ആശ്രമത്തിൽ വയസ്സായ അമ്മയുടെ കുടിലിലേക്ക് പോയി. ആർക്ക് വിശപ്പുണ്ടായി? ആർക്ക് വിശപ്പു? നല്ല കഥയായി. എല്ലാവരും ഉറക്കത്തിലാണോ? ഞാൻ വിചാരിക്കുക നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കണ്ണു തുറന്ന് ഉറങ്ങുന്ന വിദ്യ പഠിച്ചു. ഇനി അതുപോലെ വല്ലതും ആണ്. ശരി, കഥ എവിടെ നിർത്തി? അർജുനനും കൃഷ്ണനും വിശന്നപ്പോ ഒരു വയസ്സായ മുത്തശ്ശിയുടെ കുടിലുണ്ടായിരുന്നു, അവിടെ ചെന്നു. കൃഷ്ണൻ വന്നു, അർജുനൻ വന്നു എന്ന സന്തോഷത്തിൽ ആ അമ്മയ്ക്ക് ഉണ്ടായ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പശു. ആ പശുവിൽ ചെന്ന് പാലും കറന്ന് 2 കലം പാല് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു, കൃഷ്ണനും അർജുനനും. 2 പേരും പാല് കുടിച്ചു. അമ്മയ്ക്കും വലിയ സന്തോഷം. കൃഷ്ണനും തൃപ്തിയായി, അർജുനനും തൃപ്തിയായി. 2 പേരും രഥത്തിൽ തിരികെ പോയി. തിരിച്ചു പോകുന്ന വഴിക്ക് അർജുനൻ ചോദിച്ചു, കൃഷ്ണ, ആ അമ്മ ചെയ്തത് വലിയ ഒരു സഹായമാ, വലിയ ഒരു സേവയാ. വിശന്നിരുന്ന നമുക്ക് പാല് തന്നല്ലോ. കൃഷ്ണൻ പറഞ്ഞു, അതെ, എനിക്ക് വളരെ സന്തോഷമായി, ഞാൻ ആ അമ്മയെ അനുഗ്രഹിക്കാൻ പോവാ. അർജുനൻ ചോദിച്ചു, ഭഗവാൻ എന്ത് അനുഗ്രഹമാ കൊടുക്കാൻ പോകുന്നത്? ആ പശു ചത്തുപോകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. അർജുനൻ ചോദിച്ചു, കൊള്ളാമല്ലോ, പാല് തന്ന പശു ചത്തു, ഇതൊക്കെ ഒരു അനുഗ്രഹമാണോ? ഭഗവാൻ പറഞ്ഞു, അതെ, ആ മുത്തശ്ശി ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത്, ആ അമ്മയ്ക്ക് ഉള്ള ഏക ബന്ധനം എന്ന് പറയുന്നത് ആ പശുവാണ്. ആ ബന്ധനവും കൂടെ മുറിഞ്ഞാൽ ആ അമ്മ മോക്ഷപദത്തിലേക്ക് എത്തും. ആദ്യം ഈ കഥ കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഇത് എന്ത് വരമാണെന്ന് വിചാരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാകും അത് ശാപമല്ല, അനുഗ്രഹമാണ് എന്ന്. അപ്പൊ ചില സമയം നമ്മുടെ കുടുംബത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ദൈവം ഉണ്ടാക്കുന്നതും ഒരു അനുഗ്രഹമാണ്. അംഗരാജാവിൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പുത്രൻ നിനക്ക് ജനിച്ചത് കൊണ്ടാണ് നീ വീടെല്ലാം വിട്ട് കാട്ടി വന്നത്, ഇനി സന്തോഷത്തോട് വൈകുണ്ഠത്തേക്ക് വന്നോളൂ എന്ന് മോക്ഷപദം കൊടുത്തു. പക്ഷെ അവിടെ അംഗരാജാവ് എന്ത് ചെയ്തു? അമ്പലങ്ങളെല്ലാം പൂട്ടി, സന്യാസിമാരുടെ തപസ്യയെല്ലാം നിർത്തി, എല്ലാ മംഗളകർമ്മവും നിർത്തി. ഈ ഭൂമി ഒരു താമരപുഷ്പം പോലെയാണ്. താമരപുഷ്പം സൂര്യൻ ഉദിക്കുമ്പോൾ വിടരും, സൂര്യൻ അസ്തമിക്കുമ്പോൾ മറയും. ഭൂമിയിൽ എത്രയും ജനങ്ങൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമോ അത്രയും കാലം ഒരു താമരപ്പൂ വിടരുന്നത് പോലെ ഭൂമി വിടരും. ഭൂമി വിരിഞ്ഞു കഴിഞ്ഞാൽ പൂക്കള്, പഴങ്ങള്, പച്ചക്കറികള്, വസ്ത്രം, കുടിക്കാനുള്ള വെള്ളം, ഇതെല്ലാം ഇതെവിടെന്നാ കിട്ടുന്നത്? റിലയൻസ് സൂപ്പർ മാർക്കറ്റ്. എല്ലാം ഭൂമിയിൽ നിന്നാണ്. സർവത്ര നമ്മൾ കഴിക്കുന്ന സാധനം, നമ്മൾ അണിയുന്ന വസ്ത്രം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം ഭൂമിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ഭൂമി അടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. നാരായണന്റെ 2 പത്നിമാർ, ഭൂമിദേവിയും ലക്ഷ്മിദേവിയും, നാരായണനെ സ്തുതിക്കും തോറും ഈ താമര പുഷ്പം വിരിയും. വിരിഞ്ഞാൽ ഇത്രയും പഴങ്ങളും പൂക്കളും പച്ചക്കറികളും ദ്രവ്യങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കാതെ വേണചക്രവർത്തി എല്ലാ ക്ഷേത്രവും പൂട്ടി, പൂജാകർമ്മങ്ങൾ, യജ്ഞഹോമാദികൾ നിർത്തി. എല്ലാം ചെയ്തപ്പോൾ ഭൂമി അടഞ്ഞു. കുടിക്കാൻ വെള്ളമില്ല, പട്ടിണി, പീഡനം, മോഷണം,
ബ്രാഹ്മണര് വിചാരിച്ചു ഒരു മൂർഖനെയാണല്ലോ നമ്മൾ രാജാവാക്കിയിരിക്കുന്നത്, എത്ര ചെന്ന് ഉപദേശിച്ചാലും ഉപദേശം തലയിൽ കൊള്ളത്തില്ല. അതായത് ആത്മജ്ഞാനം, ആത്മീക ജ്ഞാനമുള്ളവർക്ക് ഉപദേശം തലയ്ക്കകത്ത് കയറത്തേയില്ല. ഒരു ഗ്രാമത്തിൽ മൊത്തം കള്ളുകുടിയന്മാരാ. ഒരു ഡോക്ടർ വിചാരിച്ചു ഈ കള്ളുകുടിയന്മാരെയൊക്കെ നന്നാക്കി കളയാമെന്ന് വിചാരിച്ചു. ഡോക്ടർ ഗ്രാമത്തിൽ പോയി കള്ളുകുടിയന്മാരെ എല്ലാം വിളിച്ചു, സഹോദരന്മാരെ വരൂ. എല്ലാ എണ്ണം വന്നു. ഡോക്ടർ എന്ത് ചെയ്തു, 2 ഗ്ലാസ് വെച്ചു കള്ളുകുടിയന്മാരുടെ മുമ്പേ. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു, ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു. 2ലും പുഴു ഇട്ടു. ഈ വെള്ളത്തിലുള്ള പുഴുക്കളും കൃമികളും ഇങ്ങനെ ഓടിക്കളിക്കുക. മദ്യത്തിലുള്ള പുഴുവെല്ലാം ചത്തുപോയി. ഡോക്ടർ ചോദിച്ചു, സഹോദരന്മാരെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവര് പറഞ്ഞു, അയ്യോ ഇത്ര കാലം അറിയാതെ പോയല്ലോ, കള്ളു കുടിച്ചാൽ വയറ്റിൽ കിടക്കുന്ന പുഴു ചത്തുപോകുന്നു, ഇന്നല്ലേ മനസ്സിലായത്. ഡോക്ടർ അതാ ഉദ്ദേശിച്ചത്. ചിലർക്ക് എത്ര പറഞ്ഞാലും തലയിൽ കയറത്തില്ല. വേനച്ചക്രവർത്തി ആ കൂട്ടത്തിൽ ആ ബ്രാഹ്മണരുടെ ഉപദേശം സ്വീകരിച്ചില്ല. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ 3 or 4 ആൾക്കാരത് വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെടുത്ത് പറയുന്നതായിട്ട് അത് സങ്കല്പിച്ചിട്ട് ആ പണി വേണ്ടെന്ന് വെക്കണം. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഉടനെ വീട്ടിൽ ഒരാൾ പറയാ, സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ 2ാമത്തെ ആൾ പറയാ, അവിടെ വഴിയിലൊരു അപകടമുണ്ട്, സൂക്ഷിച്ചു പോകണം കേട്ടോ. 3ാമത്തെ ഒരാളും പറയാ, പോകുമ്പോൾ സൂക്ഷിക്കണം, എന്നാൽ വണ്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണം എന്ന് വച്ചാൽ പ്രകൃതി നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് അപകടമുണ്ടാകും. അതായത് ഇതനുസരിച്ച് ഒരേ ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ഒരു മംഗളകർമ്മത്തിന് തടസ്സമായി 2 or 3 ആൾക്കാർ സംസാരിച്ചു കഴിഞ്ഞാൽ അതിലെന്തോ തടസ്സമുണ്ട് എന്ന സൂചനയാണ്. അപ്പോൾ എത്ര കണ്ട് ബ്രാഹ്മണർ ഉപദേശിച്ചിട്ടും വേണച്ചക്രവർത്തി സ്വീകരിച്ചില്ല. ഉടനെ ബ്രാഹ്മണരെല്ലാം ഒത്തുകൂടി മന്ത്രശക്തി കൊണ്ട് മന്ത്രം ജപിച്ച് വേണനെ വധിച്ചു. അവന്റെ ശരീരത്തിൽ നിന്ന് നിരീശ്വരവാദ തത്വത്തിനെ കടഞ്ഞെടുത്ത് ഭൂമിയുടെ വടക്കേ അറ്റത്ത് പറഞ്ഞു വിട്ടു. ഒരു സത്വം ഭാഗവതത്തിൽ മനോഹരമായി പറയുന്നു. ആ സത്വത്തിനെ, കറുത്ത ഇരുണ്ട ഒരു സത്വം, അതിന് ഭൂമിയുടെ വടക്കേ ദിശയിൽ പറഞ്ഞു വിട്ടു. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നെന്നാ തോന്നുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എവിടെന്നാ വന്നത്? റഷ്യ എന്ന് വന്നതാണ് അല്ലേ? കാർൽ മാർക്സ് ഒക്കെ എവിടെ ഉള്ളവരാണ്? തിരുവനന്തപുരത്തുകാരാണ്. എല്ലാം അവിടെ നിന്ന് പിടിച്ചുകൊണ്ട്. എനിവേ, അത് പോട്ടെ. പിന്നെ ശരീരത്തിലുള്ള നിരീശ്വരവാദത്തിനെ കടഞ്ഞു പുറത്താക്കിയതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത് ഭഗവാന്റെ അംശത്തിനെ ആവാഹിച്ചു. അതാണ് പൃഥു. അർച്ചി, ലക്ഷ്മി ദേവി അർച്ചിയായിട്ടും നാരായണൻ പൃഥുവായിട്ടും ഈ ഭൂമിയിൽ അവതരിച്ചു. അപ്പോൾ വീണ്ടും പൃഥുരാജാവ് ക്ഷേത്രങ്ങളെല്ലാം തുറന്നു, യജ്ഞഹോമാദികളെല്ലാം പുനർസ്ഥാപിച്ചു. ഭൂമി മുഴുവനും രഥം എടുത്തുകൊണ്ട് ചക്രം വട്ടമടിച്ചു. വീണ്ടും ഭൂമി വിടർന്ന് ഇതെല്ലാം തരാൻ തുടങ്ങി. വളരെ അത്യാവശ്യമാണ്. നാരായണനെ ജപിക്കുന്ന കാലത്തോളം ഈ ഭൂമിയിൽ ഒന്നിനും ക്ഷാമം ഉണ്ടാവുകയില്ല. എല്ലാം ഉണ്ടാകും. പക്ഷേ ദൈവത്തിനെ ഭജിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ, ആത്മീക തപസ്യകൾ, ആത്മീക സാധന കാര്യങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ പട്ടിണി, പീഡനം ഇതെല്ലാം ഉണ്ടാകും. ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നാമജപത്തിനും ആത്മീക കർമ്മങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം.
रघुपति राघव राजा राम, पतित पावन सीताराम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। ശ്രീമദ്ഭാഗവതം കീ. അടുത്തത് ഋഷഭാവതാരം. അതായത് ഇന്ന് ഭൂമിയിൽ കാണുന്ന ജൈനമതം, ബുദ്ധമതം, താവോയിസം, സെന്നിസം എന്ന് പറയുന്ന കിഴക്കൻ രാജ്യങ്ങളിൽ കാണുന്ന എല്ലാ മതവിശ്വാസങ്ങളുടെയും ഉറവിടം ഋഷഭദേവനാണ്. ഋഷഭദേവനാണ് ഈ ഒരു സിദ്ധാന്തം ആദ്യം കൊണ്ടുവന്നത്. ന ഇതി നൈതി, ഞാൻ എൻ്റെ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ ഭൂമിയല്ല, ഞാൻ ജലമല്ല, ഞാൻ അഗ്നിയല്ല, ഞാൻ പഞ്ചഭൂതങ്ങളല്ല, ഞാൻ 24 ഘടികങ്ങളല്ല. ഇതിനെല്ലാം പുറമേ കടന്നുള്ള ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കി കൊടുത്തതാണ്. അതായത് നമ്മൾ ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു കാരണം ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഈ ശരീരമല്ല, ശരീരത്തിനകത്തു കുടികൊള്ളുന്ന ആത്മാവാണ് ഞാൻ. ന ഇതിഹി എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ഋഷഭദേവനാണ്. അതായത് എല്ലാ മംഗളയോഗ്യതയും എല്ലാം തികഞ്ഞ ഒരു രാജാവായിരുന്നു ഋഷഭദേവൻ. സർവ്വതും എനിക്ക് ആവശ്യമില്ല എന്ന് ത്യജിച്ചു. ത്യാഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിനെ ത്യജിക്കുന്നത് യഥാർത്ഥ ത്യാഗം. കാശിക്ക് പോയി പിണ്ടദാനം ചെയ്താൽ എന്തെങ്കിലും ത്യജിക്കണം. ഗയയിൽ, കാശിയല്ല ഗയയിൽ പിണ്ടദാനം ചെയ്താൽ എന്തെങ്കിലും ത്യജിക്കണം എന്നാണ് ഐതിഹ്യം. അവിടെ മിക്കവാറും എല്ലാവരും ത്യജിക്കുന്നത് ഇനി ഞാൻ ജീവിതത്തിൽ പാവക്ക കഴിക്കൂല, എന്തായാലും ഇഷ്ടമല്ല, അതങ്ങ് ത്യജിച്ചിട്ടങ്ങ് വരും. എത്ര പേര് കാശിക്ക് പോയി ഗയയിൽ പോയി ത്യാഗം ചെയ്തിട്ടുണ്ട്? എന്താ ത്യാഗം ചെയ്തത്? അന്ന് വെള്ളമില്ലാത്തതുകൊണ്ട് ചെയ്തില്ല, രക്ഷപ്പെട്ടു. ക്രിയകളൊന്നും ചെയ്യില്ല, ത്യാഗവും ചെയ്തില്ല. പാലക്കാട്ടുകാരാണ്. പിന്നെ വേറെ ആരെങ്കിലും കാശിയിൽ പോയി എന്ത് ത്യജിച്ചു? ഭർത്താവിനെയോ? എന്താ? ഉഴുന്നുവടയാ? കൊത്തവര, അതെന്താ സാധനം? മറ്റേ പെൻസിൽ പോലെയുള്ള അവരെ. മിടുക്കി. പിന്നെ വേറെ ആരെങ്കിലും ത്യജിച്ചവരുണ്ടോ ഗയയിൽ പോയിട്ട്? ഇനി ആരും കൈതൂക്കില്ല. എന്ത് ത്യജിച്ചു? എന്താണ്? ചൊരക്കയാ?
ശരി, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ ഗയയിൽ പോയി ത്യജിച്ചവർ? ആരുമില്ല. അപ്പോൾ ഇപ്പൊ മനസ്സിലായല്ലോ, പാവയ്ക്ക, അവരയ്ക്ക, ഇഷ്ടമില്ലാത്ത സാധനം എല്ലാം ത്യജിച്ചു അല്ലേ? ത്യാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം, മനസ്സിലിരുന്ന് പിരിക്കാൻ പറ്റാത്ത സാധനം ത്യജിക്കുന്നതാ യഥാർത്ഥ ത്യാഗം. ചൈതന്യ മഹാപ്രഭുയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചൈതന്യ മഹാപ്രഭുയുടെ അച്ഛനും അമ്മയും ജഗന്നാഥ മിശ്ര, സച്ചീദേവി, അവരെ വീട്ടിൽ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ഭക്ഷണത്തിനായി വന്നു. അന്ന് കാലത്തൊക്കെ സന്ധ്യയ്ക്ക് ഗൃഹസ്ഥരെന്ത് ചെയ്യും? വീട് പൂട്ടുന്നതിന് മുമ്പേ അത്താഴപ്പട്ടിണിക്കാരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. വീട്ടിൽ പാചകം ചെയ്താൽ എപ്പോഴും ഈ പഴയ അമ്മമാരൊക്കെ അങ്ങനെയാണ്. വീട്ടിൽ 4 പേരാണെങ്കിൽ 10 പേർക്ക് ഒരു ചട്ടി നിറയെ ചോറ് വയ്ക്കും. പഴയ കാലത്ത് അങ്ങനെയാണ്. എല്ലാവർക്കും കഴിക്കൂ എന്ന് നിർബന്ധിച്ച് പറയും. ഇന്ന് അങ്ങനെയല്ല. ഫ്രിഡ്ജിൽ പാക്കറ്റ് മൺഡേ ട്യൂസ്ഡേ ചൂടാക്കി കഴിക്കും. അതായത് പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നു, ഭക്ഷണം എപ്പോഴും ചൂടായിട്ട് കഴിക്കണം. നമ്മളതിനെ മാറ്റി ചൂടാക്കി കഴിച്ചോണ്ടേയിരിക്കും. പക്ഷേ അന്ന് അങ്ങനെയല്ല. ബ്രാഹ്മണർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്ത് സന്യാസിമാരോ യോഗിവര്യന്മാരോ വഴിപ്പോക്കന്മാരോ അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് അവർ പോകുമ്പോൾ കുറച്ച് പൈസ, അവരുടെ യാത്രാക്കൂലി, അല്ലെങ്കിൽ ഒരു വസ്ത്രം, അല്ലെങ്കിൽ കുറച്ച് പഴം, എന്തെങ്കിലും ദാനം കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ചൈതന്യ മഹാപ്രഭുയുടെ വീട്ടിലേക്ക് ഒരു ബ്രാഹ്മണൻ വന്നു, ഭക്ഷണം കൊടുത്തു. തിരിച്ചു പോകുമ്പോൾ എന്ത് ദക്ഷിണ വേണം എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ വയസ്സായ വ്യക്തിയാ, എനിക്ക് നടക്കണം, ഒരുപാട് യാത്ര ചെയ്യണം, സഹായത്തിന് ആരുമില്ല, നിങ്ങളുടെ മൂത്ത മകനെ എനിക്ക് ദാനമായി തരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായി. അച്ഛനമ്മയും കരഞ്ഞുകൊണ്ട് ശരീരത്തിലിരുന്ന് പ്രാണൻ പിരിക്കുന്ന വേദനയിൽ പുത്രനെ വരെ ദാനം ചെയ്തവരൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യം ഞാൻ വേറെ ഒരു സപ്താഹത്തിൽ പറഞ്ഞപ്പോൾ ഒരമ്മ പറഞ്ഞു, ആ ബ്രാഹ്മണന്റെ അഡ്രസ് ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലും കൂടെ ഒന്ന് പറഞ്ഞു വിടണേ, വീട്ടിലുള്ളതിനെ വെച്ച് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഹാപ്രഭുയുടെ ജ്യേഷ്ഠനെ ദാനമായി കൊടുത്തു. എന്താണ് യഥാർത്ഥ ദാനം? ഹൃദയത്തിൽ വളരെ ഇഷ്ടമുള്ളത്, ദാനങ്ങളിൽ വെച്ച് വളരെ നീചം, അതായത് ലിസ്റ്റിൽ തന്നെ അവസാനമുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് പാവക്ക, ചൊരക്ക, ഈ കായക്ക. തിരുപ്പതിയിൽ ചെന്ന് മുടി കൊടുക്കുന്നത് പോലെ അല്ലേ? അതൊരു ദാനമാണ്, തെറ്റല്ല. പക്ഷെ നന്നായിട്ടറിയാം, ട്രെയിൻ കയറി വീട്ടിൽ വരുമ്പോൾ അത് വളരുമെന്നറിയാം. മുടി മുഴുവനും കൊടുത്താൽ ഇനി ഒരിക്കലും വളരില്ല എന്നുണ്ടെങ്കിൽ ആരെയും കൊടുക്കില്ല അല്ലേ? അതൊക്കെ ദാനത്തിൽ വളരെ വളരെ ലാസ്റ്റുള്ള സാധനമാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പിറന്നാളിന് ഞാൻ ഒരു പെട്ടി നിറയെ മുടി വെച്ച് കൊണ്ടുവന്ന് ഹാപ്പി ബർത്ത്ഡേ കൊടുത്താൽ ആർക്കെങ്കിലും ഇഷ്ടാവോ? അല്ല. നല്ല സദ്യ കഴിക്കുക, സദ്യ കഴിക്കുമ്പോൾ അതിലിട്ട് ഒരു മുടി എങ്ങനെ? ഇതൊക്കെ ഒരു ദാനമാണ്. ലിസ്റ്റിൽ തന്നെ ഏറ്റവും താഴെ ഉള്ള സാധനങ്ങളാണ്. ഹൃദയത്തിന് പിടിച്ച സാധനം കൊടുക്കുന്നതാണ് യഥാർത്ഥ ദാനം. അങ്ങനെ ഋഷഭദേവൻ എന്ത് ചെയ്തു? തനിക്ക് ഇഷ്ടമായത് എല്ലാം ത്യജിച്ചു. ഒന്നും വേണ്ട, ഇത് മുഴുവനും മനസ്സിൻ്റെ ഒരു ചിത്രീകരണമാണ്. ആലോചിച്ച് നോക്കൂ, എരി, പുളി, ഇങ്ങനെ കുറേ സാധനം നമ്മൾ വിഭവസമൃദ്ധമായി കഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ നാവിനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ രുചി വല്ല അറിയോ? എല്ലാം മൊത്തത്തിൽ 1/2 കിലോ അത്രയേ ഉള്ളൂ. ഈ ഇത്രയും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത് വെറും ഈ നാവിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ എരിയും പുളിയും മധുരവും എല്ലാം ഒന്ന് തന്നെ. ഋഷഭദേവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം ഒഴിവാക്കി. ഇത് വേണ്ട എന്ന് എല്ലാം ഒഴിവാക്കി. അദ്ദേഹം വസ്ത്രവും ഒഴിവാക്കി, മാനം, എല്ലാം, അഭിമാനം, ഞാൻ എന്ന ഗർവം, എന്റേത് എന്ന അഹങ്കാരം, ആസക്തി, സർവ്വതും ത്യജിച്ച് ദിഗംബരനായി നടന്നു. ആരാ? ഋഷഭദേവൻ. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലിരുന്നാണ് പിന്നീട് ജൈനമതം, ബൗദ്ധമതം, ഈ മറ്റ് മതങ്ങളെല്ലാം ഉത്ഭവിച്ചത്.
ഭാഗവതത്തിൽ മനോഹരമായി ഋഷഭദേവന്റെ സിദ്ധാന്തം വിശദീകരിക്കുന്നു. അങ്ങനെ ഋഷഭദേവൻ വസ്ത്രമൊന്നുമില്ലാതെ നഗ്നനായി നടക്കുമ്പോൾ സ്ത്രീകളെല്ലാം ചണ്ടിയും ചവറും വാരി അദ്ദേഹത്തിന്റെ മീതെ എറിയും. കുഞ്ഞുങ്ങളെല്ലാം കല്ല് പറക്കി എറിയും. അവിടെ മനോഹരമായ ഭാഗവതം ഒരു ശ്ലോകം പറയുന്നു, കാഞ്ചനത്തിനും കല്ലിനും വ്യത്യാസമില്ല. ആ ഒരു ബോധത്തിൽ ഇപ്പോ ഞാൻ ഒരു കല്ലെടുത്ത് ഒരാളുടെ തലയ്ക്ക് എറിഞ്ഞ് അടിച്ചു, അയാൾ എങ്ങനെ പ്രതികരിക്കും? ഞാൻ ഒരു കല്ലെടുത്തെറിഞ്ഞു തലയിൽ കൊണ്ടു, എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂലേ? പിന്നെ തിരിച്ചറിയും, വഴക്കുണ്ടാക്കും, എല്ലാം ചെയ്യും. ശരി, അതേസമയം ഞാൻ ഒരു കിലോ സ്വർണ്ണ ബാർ എടുത്ത് തലയ്ക്ക് അടിച്ചു കൊടുത്തു, അപ്പൊ എന്ത് ചെയ്യും? ഒരു ബാറും കൂടെ ഉണ്ടെങ്കിൽ അടിക്കും അല്ലേ? വേദന ഒന്നാണെങ്കിലും അടിക്കുന്ന സാധനത്തിൽ കല്ലിനും കാഞ്ചനത്തിനും വ്യത്യാസമുണ്ട്. എന്നെ ഒരാൾ കല്ല് പിറക്കി എറിഞ്ഞാൽ ഞാൻ വഴക്കിന് പോകും, അതേസമയം ഒരു സ്വർണ്ണ നാണയം എടുത്തെറിഞ്ഞാൽ ഒന്നും കൂടെ എറിയുമെന്ന് പറയും. അപ്പോ ഋഷഭദേവൻ ആ ബോധവും വ്യത്യാസവും ഇല്ലാതെ, ദ്വന്ദ്വങ്ങളെ കാണാതെ, സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം ആണ് പെണ്ണ് കറുപ്പ് വെളുപ്പ് രാത്രി പകൽ, ഇതേത് ദ്വന്ദ്വവും ഇല്ലാതെ ദിഗംബരനായി നടന്നു. താമര ഇല വെള്ളത്തിൽ പറ്റാതെ നിൽക്കുന്നത് പോലെ, പത്മപത്രാം ഇവാംബസ, സദാസമയകാലവും താമര ഇല, ആ ഇല വെള്ളത്തിൽ തന്നെ ഉണ്ടാകും, പക്ഷെ വെള്ളം അതിൽ പറ്റില്ല. ആ ഒരു ബോധത്തോടുകൂടെ ഋഷഭദേവൻ ജീവിച്ചു. ഋഷഭദേവൻ ഭഗവാന്റെ അനേകം അവതാരങ്ങളിൽ ഒരു അവതാരമാണ്. ആ ഋഷഭദേവന്റെ സിദ്ധാന്തത്തിലിരുന്നാണ് ലോകത്തിൽ മറ്റ് എല്ലാ സിദ്ധാന്തങ്ങളും ഉത്ഭവിച്ചത്. ഇങ്ങനെ ഭാഗവതം സാഖ്യ സിദ്ധാന്തം, ഋഷഭദേവ സിദ്ധാന്തം ഇതെല്ലാം വിവരിക്കുമെങ്കിലും അവസാനം ഹരിനാമത്തിലാണ് ഭാഗവതം കാരണം കലികാലത്തിൽ ഇത് മാത്രമേ നടക്കുള്ളൂ. എത്ര പേർക്ക് കാട്ടിൽ പോയി ഒരു 2 മാസം തപസ്സിരിക്കാൻ പറ്റും? കാടെല്ലാം റിയൽ എസ്റ്റേറ്റുകാർ കൊണ്ടുപോയി, കാടും ഇല്ല. ഇതൊന്നും കലികാലത്തിൽ സാധിക്കില്ല. കലികാലത്തിൽ നാമമാത്രേണ പൂജ്യത്തെ ഭഗവാൻ ഹരി. ഹരിയെ നാമം കൊണ്ട് മാത്രം കലികാലത്തിൽ പൂജിക്കാൻ സാധിക്കും. അപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് എത്ര പേര് നാമം ചൊല്ലി? 108 പ്രാവശ്യം. ഇന്നത്തെ ദിവസം പകുതിയോളം ആൾക്കാർ. അപ്പൊ കുറെ പേര് ഇന്ന് നാമം ജപിച്ചില്ല. അത് ശരി, നമ്മളിവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നതെല്ലാം വേസ്റ്റ് ആയോ? അതാ മൈക്കും ഓഫ് ചെയ്യും. ഹരേ കൃഷ്ണ. ശരി, അപ്പൊ വീണ്ടും നാളെ നമ്മുടെ 3-ാം ദിവസം സപ്താഹം തുടരുന്നതാണ്. രാവിലെ 6:30 മണിക്ക് വിഷ്ണു സഹസ്രനാമ പാരായണത്തോട് ഭാഗവത പാരായണം തുടങ്ങും. 9-10 മണിക്ക് പ്രഭാഷണം, വീണ്ടും 12 മണിക്ക് പ്രഭാഷണം, വൈകിട്ട് 4:30. നാളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നരസിംഹ അവതാരമാണ്. അപ്പോൾ പാനക നിവേദ്യം ഉണ്ടാകും. നിങ്ങൾക്കെല്ലാം ചുവന്ന പൂക്കൾ അർപ്പിക്കാൻ കൊണ്ടുവരാം. ശർക്കര നാരങ്ങയൊക്കെ കൊണ്ടുവരാം. ഉച്ചയ്ക്ക് ഇവിടെ വിളക്കെല്ലാം കത്തിച്ച് നരസിംഹാവതാര ലീലയുണ്ടാകും. അതായത് നരസിംഹമൂർത്തി ഒരു മുഹൂർത്തകാലമാണ് പ്രത്യക്ഷമായത്. പ്രഹ്ലാദന് വേണ്ടി നിജഭൃത്യ ഭാഷിത്തം, പ്രഹ്ലാദന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി നരസിംഹാവതാരം അവതരിച്ചു. പൂർണ്ണ അവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹം. 2 പൂർണ്ണ അവതാരമേ ഉള്ളൂ. ശ്രീരാമചന്ദ്രമൂർത്തിയും നരസിംഹമൂർത്തിയും 2 പൂർണ്ണ അവതാരമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണ ഉത്തമനാണ്. പൂർണ്ണവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹ അവതാരം. ശ്രീമദ് ഭാഗവതം കീ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത